ബാംഗ്ലൂരിലുള്ള യൂണിവേഴ്സിറ്റിയിലെ അഡ്മിഷൻ കിട്ടിയില്ല. ഞാൻ പോയിക്കോട്ടെ. ഇവിടെ ബാംഗ്ലൂരോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നാട്ടിൽ എന്തോ ഒരു കോളേജ് ഉണ്ട്, അവിടെ പഠിച്ചാ മതി. പോയി പഠിച്ചാ പുറത്ത് പോവണ്ട. ഞാൻ പോവും. എന്നെ വീട്ടമ്മ. നിനക്ക് പഠിച്ചാ പോലെ നാട്ടിൽ പഠിക്കാലോ. ഇതിന്റെ ബാംഗ്ലൂർ നല്ല കോളേജാണ്. എന്നെ വീട്ടമ്മ. പിന്നെ വല്ല വീട്ടിലേക്ക് കെട്ടിച്ചു വിടേണ്ട പെണ്ണ കണ്ട നാട്ടിൽ പോയി പഠിക്കാൻ. ഇനി പോയി ആ പാത്രം ഒന്ന് കഴുകി വെച്ച് പഠിക്കാനിട്ട്. അമ്മേ, എനിക്ക് സെയിം കോളേജിൽ നിന്ന് തന്നെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോകട്ടെ? ക്രൈസ്റ്റ് കോളേജിൽ. എന്റെ ഫ്രണ്ട്സ് എല്ലാരും വരുന്നുണ്ട്, ഞാനും പോകട്ടെ? ഏത് കോഴ്സാ? എനിക്ക് മറ്റേ സൈക്കോളജിക്കാണ് അഡ്മിഷൻ വന്നിരിക്കുന്നത്. നീ പോക്കോ, അതിനെന്തോ ഞാൻ പറയാം അച്ഛനോട്. എന്നെ വിടാത്തെ? നീയേ നാട്ടിൽ തന്നെ പഠിച്ചാൽ മതി. ഇവിടെ ഇഷ്ടം പോലെ പാരല കോളേജ് ഉണ്ട്, എവിടെ വേണേലും പഠിക്കാലോ. പുറത്ത് പോയി പഠിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എല്ലാ വീട്ടിലേക്കും കെട്ടിച്ചു വിടാനുള്ള പെണ്ണ ഇവനെ. ഇവിടെ നിന്ന് കുടുംബം നോക്കണ്ടവനാ. അവൻ പോയി പഠിക്കട്ടെ. അച്ഛനോട് കാര്യം പറഞ്ഞു കേട്ടോ അമ്മേ. അച്ഛനോട് അമ്മ പറഞ്ഞോളാം മോനെ. അത് പറ്റില്ല അമ്മേ. എന്തായാലും ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടാണ് എന്നെ ബാംഗ്ലൂർ വിട്ട് പഠിപ്പിക്കാത്തത്. ഈ ചിന്താഗതി ആട്ടോ അമ്മയുടെ മാറേണ്ടത്. ഞാൻ എന്തായാലും ആ കോളേജിൽ തന്നെ പോയി പഠിക്കത്തുള്ളൂ. ഞാൻ ഉറപ്പിച്ച് തീരുമാനം. അറിയൊന്നുമില്ലേ അമ്മേ? കറി അതേ വരണോ? എന്നാ അമ്മേ കറി? പയറുണ്ട്. ഈ പയറ് മാത്രമേ ഉള്ളൂ, മീൻ വറുത്തൊന്നുമില്ലേ? ആ ഉണ്ടല്ലോ, മീൻ വറുത്തതുണ്ട്. ഒരു കഷ്ണം അച്ഛൻ ഇരിക്കട്ടെ. ഇതെന്നാ അമ്മേ, അവന് മാത്രമാണോ മീൻ വറുത്തതുള്ളൂ? ഇല്ലാത്തതല്ല, ഇതേ അച്ഛനും കൂടി വേണ്ടി വെച്ചതാ. 2 കഷ്ണം ഉള്ളൂ. നമ്മള് പെണ്ണുങ്ങളല്ലേ, ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അമ്മ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ ശരിയാവുന്നേ? പിന്നെ ഇവിടെ ഇപ്പൊ ആണും പെണ്ണെന്നുള്ളതുണ്ടോ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യതയോടുകൂടി തന്നാ എന്താ പ്രശ്നം? അങ്ങനെ ആയിരിക്കണം ഓരോ വീട്ടിലെ അമ്മമാരും തരേണ്ടത്. മീൻ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തരണം, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കൊടുക്കരുത്. 2025 ഇന്റർനാഷണൽ വിമൻസ് ഡേ തീം ആക്സിലറേറ്റ് ആക്ഷൻ. പ്രവർത്തനം ത്വരിതപ്പെടുത്തുക. സമൂഹത്തിൻ്റെ എല്ലാ വേദികളിലും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമുള്ള അവസരങ്ങളും അവകാശങ്ങളും അടിയന്തരമായി നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ തീം നമുക്ക് നൽകുന്നത്. ജോലിസ്ഥലങ്ങളിലും എല്ലാ പ്രവർത്തന മേഖലകളിലും അവരുടെ അവകാശങ്ങൾക്കായി വാദിക്കുന്നതിലുമെല്ലാം ഇനിയും നാം ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനായി നമുക്ക് പ്രവർത്തിക്കാം. ഹാപ്പി വിമൻസ് ഡേ.